ഇസ്രയേലിനെതിരെ അറബ് ഇസ്ലാമിക് ഐക്യമുന്നണി നീക്കമുണ്ടാകുമോ എന്ന് ഇന്നറിയാം. ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇന്ന് ഖത്തറിലാണ്. ഇന്നലെ നടന്ന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ കടുത്ത പ്രതികരണമാണ് ഉണ്ടായത്. മാത്രമല്ല, ഇസ്രയേലിൻ്റെ പേരിൽ നടപടി വേണമെന്ന രീതിയിൽ തന്നെയുള്ള അഭിപ്രായമുണ്ടായി. വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയണമെന്ന് വിദേശകാര്യമന്ത്രിമാർ അഭിപ്രായപ്പെട്ടു. ഖത്തറിൽ നിന്ന് അൻവർ പാലേരി തത്സമയം ചേരുകയാണ്. അൻവർ, ഗുഡ് മോർണിംഗ്. അൻവർ യമനിൽ നിന്ന് എന്ന് തിരിച്ചു വന്നു? യാത്രയിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലേ? ആ പാസ്പോർട്ടൊക്കെ തിരിച്ചു കിട്ടിയോ? ഗുഡ് മോർണിംഗ് എസ് കെ. ഇപ്പോഴും യമനിലാണ് ഉള്ളത്. യമനിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ല. പക്ഷേ യമനിലാണെങ്കിലും ഖത്തറിലെ കാര്യങ്ങൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പാസ്പോർട്ട് ഇന്ന് തിരിച്ചു കിട്ടും എന്നാണ് വിശ്വാസം. 2-3 ദിവസമായി അതിന്റെ പിന്നാലെയാണ്. അതുകൊണ്ടാണ് നിമിഷപ്രിയയുടെ മോചനം ഉറപ്പുവരുത്തിയിട്ട് പാലേരി അവിടെ നിന്ന് യാത്ര ചെയ്താൽ മതി, അവിടെ തന്നെ തുടരുക. തീർച്ചയായും എസ് കെ, ഒരുപാട് കടമ്പകളുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ ദോഹയിൽ നടക്കുന്ന വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിലെ തീരുമാനത്തെക്കുറിച്ച്. എസ് കെ, ഇന്നാണ് ശരിക്കും ഉച്ചകോടി ആരംഭിക്കുന്നത്. ഇന്നലെ ഇതിനു മുന്നോടിയായി വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേർന്നിരുന്നു. അതായത് അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇന്ന് വളരെ സുപ്രധാനമായ ഉച്ചകോടിയാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. 21ഓളം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിലെ 21ഓളം നേതാക്കളും അതുപോലെ തന്നെ അറബ് ലീഗിലെ നേതാക്കളുമാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം ഖത്തർ ഇക്കാര്യത്തിൽ സൈനിക നടപടി ഉൾപ്പെടെയുള്ള ചില നീക്കങ്ങൾ നടത്തുമോ എന്നൊക്കെയുള്ള ചില ചർച്ചകൾ പുറത്തു നടക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ളൊരു സാധ്യതകളിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് പലരും. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.